ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രഞ്ജിസ് പാഠശാല. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ്. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഒബ്ജക്ഷൻ ഹാൻഡ്ലിങ്ങിനെ പറ്റിയാണ്. ഇപ്പോൾ ആസ് എ ട്രെയിനർ ഞാൻ കൂടുതൽ സംസാരിക്കുന്ന ഒരു 2 to 3 hours നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ്. ആസ് എൻ അഡ്വൈസർ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാത്ത ബുദ്ധിമുട്ട് വരുന്നൊരു കാര്യമാണ് സെയിൽസ് പ്രോസസ്സിൽ ഒബ്ജക്ഷൻ വരികയെന്ന് വെച്ചാൽ നമ്മൾ പല ആൾക്കാരും ഫീൽഡിൽ തന്നെ പോകാത്ത അവസ്ഥ. കാരണം കസ്റ്റമർ എന്തെങ്കിലും ചോദിച്ചാൽ എനിക്കൊന്നും പറയാനില്ലല്ലോ, അവർ എന്നെക്കാട്ടി കൂടുതൽ വിവരമുള്ള ആൾക്കാരല്ലേ, അവർ വലിയ ടഫ് ചോദ്യം ചോദിച്ചാൽ ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക. അതുകൊണ്ടാണ് ആ ഒരു കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ മാറി നിൽക്കുന്നത്. നമുക്ക് കൃത്യമായി സെയിൽസിൻ്റെ പ്രോസസ്സാണ്, സെയിൽസ് പ്രോസസ്സിൻ്റെ ഒരു ഭാഗമാണ് ഒബ്ജക്ഷൻ ഈസ് നോട്ട് എ റിജക്ഷൻ. ഇപ്പോൾ ഫേമസ് ക്രിക്കറ്ററായ സുനിൽ ഗവാസ്കറോട് ഒരിക്കൽ ചോദിച്ചിട്ടായിരുന്നു വിച്ച് ഇസ് എ ബെസ്റ്റ് വേ ടു ഫേസ് ഫാസ്റ്റ് ബോളറിനെ നേരിടാൻ വേണ്ടി ഏറ്റവും മികച്ച വഴി ഏതാണ്? അദ്ദേഹം പറഞ്ഞത് ബീയിങ് ദ നോൺ സ്ട്രൈക്കറായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. ബാറ്റ്സ്മാൻ ബോൾ ഫേസ് ചെയ്താൽ മാത്രമല്ലേ ബുദ്ധിമുട്ട് വരുന്നുള്ളൂ. അതുപോലെയാണ് നമ്മുടെ പല ഏജന്റ് സുഹൃത്തുക്കളും കസ്റ്റമറെ കാണാൻ പോകുന്നില്ല, കസ്റ്റമറെ കണ്ടാലാണല്ലോ അദ്ദേഹം ഒബ്ജക്ഷൻ പറയുക. ആ ഒരു സിറ്റുവേഷൻ നമ്മളെങ്ങനെയാണ് വരുമാനം എങ്ങനെയാണ് വരിക? നമുക്ക് സെയിൽസ് ഫീൽഡിൽ ഇറങ്ങുക, ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്യുക. ഓരോ ഒബ്ജക്ഷൻ നമുക്ക് പല തരത്തിലുള്ള എക്സ്പീരിയൻസ് അത് തരിക. ഒബ്ജക്ഷൻ ഈസ് നോട്ട് എ റിജക്ഷൻ. അത് മനസ്സിലാക്കാം. നമ്മളൊരു ഇൻഷുറൻസ് മാത്രമേ വിൽക്കുന്നുള്ളൂ, മറ്റെല്ലാ സമയത്തും നമ്മളൊരു ബയറാണ്. അപ്പോൾ നമുക്ക് വി ഷുഡ് ഹാവ് എ ബയേഴ്സ് മൈൻഡ് സെറ്റ്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒബ്ജക്ഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം? നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടെക്നിക്കാണ് പാക്ക്. ഒരു കസ്റ്റമർ ഒരു കാര്യത്തെപ്പറ്റി കൂടുതൽ എൻക്വയറി നടത്തുന്നതാണ് ഒബ്ജക്ഷൻ. അത് നമ്മുടെ അയാളുടെ ഇഷ്ടക്കേട് കൊണ്ടല്ല, അയാൾക്ക് കൂടുതൽ അറിയാനുള്ള താല്പര്യമാണ്. L for listening. നമ്മുടെ ആസ് എ സെയിൽസ് പേഴ്സൺ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വാളിറ്റിയാണ് ലിസൺ. വി ഹാവ് ടു ലിസൺ. ദെൻ എക്നോളജ്. അവർ ഒരു ഒബ്ജക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് സാറ് പറഞ്ഞത് ശരിയാണ്, സാറ് മാത്രമല്ല സാറിനെ പോലെ പല ആൾക്കാർ ഇത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ലെറ്റ് ദിം ഫീൽ ഗുഡ്. അപ്പോൾ കസ്റ്റമർക്ക് ഒരു ഫീൽ ഗുഡ് വേണം, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇവൻ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അദ്ദേഹത്തിന് തോന്നും. ദെൻ പ്രോബ്. ഒരാൾ ഒബ്ജക്ഷൻ പറഞ്ഞാൽ നമ്മൾ ആകെ പാനിക്കാവേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ് സാർ അങ്ങനെ പറയാൻ കാരണം ഒന്ന് പ്രോബ് ചെയ്യണം. ആ പ്രോബ് ചെയ്ത ശേഷം നമ്മൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യണം. അതിന് ശേഷമാണ് കൃത്യമായിട്ട് ക്ലോസ് ചെയ്യേണ്ടത്. ദിസ് ഇസ് ദ ബ്യൂട്ടിഫുൾ ടെക്നിക്ക് യു ക്യാൻ എവർ ഹാവ് ഒബ്ജക്ഷൻ ഹാൻഡ്ലിങ്ങിന്. ഒബ്ജക്ഷൻ ഹാൻഡ്ലിങ് ആദ്യം മനസ്സിലാക്കുക, ഒബ്ജക്ഷൻ ഈസ് നോട്ട് എ റിജക്ഷൻ. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് എങ്ങനെ ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ഡീറ്റെയിലിങ് അടുത്ത വീഡിയോസിലുണ്ടാവും. എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ. താങ്ക് യു സോ മച്ച്.